അപ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് ഈരാറ്റുപേട്ടയിലുണ്ടായത്. 2 പാലങ്ങൾ. എന്തൊക്കെയാണ് തുടർ നടപടികളെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമ്മൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പ്രദേശങ്ങളിലാണ് ഏറ്റവും വലിയ ഡാമേജുകൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ മൊത്തം നമുക്കറിയാലോ, ആറന്മുളയിലായാലും ഇടുക്കിയിലായാലും ഈരാറ്റുപേട്ടയിലായാലും ഒക്കെ. അപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കുകയാണ്. തകർന്ന റോഡുകളും തകർന്ന പാലങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും വേഗത്തിൽ അത് പുനർനിർമ്മിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ ഒക്കെ ഒന്ന് പോയി ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഈ മഴ ഒന്ന് ക്ഷമിക്കണം. അതുപോലെ പാലത്തിൻ്റെ എന്തൊക്കെയാണ് പാലത്തിന് ഡാമേജ് ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ ബലക്ഷയം ഉണ്ടായിരിക്കണോ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഒന്ന് വെള്ളം ഇറങ്ങണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. ഈരാറ്റുപേട്ടയിൽ ഉണ്ടായത് 2 പാലങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലായിരുന്നു. ഒരു നടപ്പാലം ഒലിച്ചുപോയി, അപ്പുറത്തെ പാലത്തിൻ്റെ കൈവരിയും കാര്യങ്ങളും പോയി. അപ്പോൾ ആ 2 പാലങ്ങളും PWD ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രളയത്തിൻ്റെ വന്ന നാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപ്പാലം ഒരു ഗതാഗത സൗകര്യമുള്ള ഒരു പാലമായിട്ട് അവിടെ പുതിയൊരു പാലം നിർമ്മിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് കൈവരികളും കാര്യങ്ങളും നഷ്ടപ്പെട്ട പാലങ്ങളൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ റോഡുകൾ ഇപ്പം നമ്മളെ വാഗമണ്ണക്കുള്ള റോഡ് വളരെ ഒരു അപകടകരമായ സ്ഥിതിയിലാണ്. തൽക്കാലം ട്രാഫിക് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കോട്ടയത്ത് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പോൾ അവരുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫണ്ട് ഒരു കാര്യത്തിനും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാബിനറ്റിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആറന്മുളയിൽ വന്നപ്പോഴും അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പ്രവൃത്തികൾക്കൊക്കെ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കും. പിന്നെ കച്ചവടക്കാർക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കച്ചവടക്കാർക്ക് 10,000 രൂപ അവർക്ക് ഒരു താൽക്കാലിക ഒരു ആശ്വാസം നിലക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയും. അത് ഉണ്ടാവും, അത് പരിഗണിക്കും. അതായത് ഇപ്പോൾ അത് പ്രാഥമികമായിട്ട് നമ്മൾ താൽക്കാലികം, കാരണം ഈ കടയിലൊക്കെ ചളിയും മണ്ണും ഒക്കെ കയറിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യത്തിനാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വെള്ളം കയറി അവർക്കൊക്കെ ഒരു 10,000 രൂപ കൊടുക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നുകണമെങ്കിൽ മാത്രമാണ് പണം കിട്ടിയിരുന്നത്. അതിന് മാറി. മുൻകാലങ്ങളിൽ ഫോട്ടോ എടുക്കണമായിരുന്നു, ആ ഫോട്ടോ എടുക്കേണ്ടത് കൂടി മാറ്റി. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രായോഗികമായിട്ട് ആളുകളുടെ പ്രയാസങ്ങളും ദുരിതത്തിനും അവർക്ക് ഒരു താങ്ങായിട്ട് സർക്കാർ കൂടെ ഉണ്ടാവും. വീടപ്പടിക്ക് സംസ്ഥാനത്തൊട്ടാകെയായിട്ട് ഇപ്പം ആദ്യം കണക്ക് വന്നത് 50 കോടിയായിരുന്നു. അപ്പോൾ ഇന്നലെ കണക്ക് വന്നത് 90 കോടിയാണ്. അപ്പോൾ അതിന് നാശനഷ്ടങ്ങളുടെ കണക്ക്, കാരണം മലബാർ മേഖലയിലും മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ചിത്രം കിട്ടണമെങ്കിൽ ഒരു 20-ാം തീയതി ആവും. ഇതിനിടയിൽ ഈ ആലപ്പുഴയിലെ AC റോഡ് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ G. സുധാകരൻ അടക്കം ഇന്നലെ അത് ഉന്നയിച്ചു. ഒരിക്കലും വെള്ളം കയറി വന്ന കഴിഞ്ഞ സർക്കാർ പറഞ്ഞ റോഡാണ്, അതിപ്പോൾ പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങി. അതിലൊരു അന്വേഷണം ഉണ്ടാവും. അന്വേഷണം ഉണ്ടാവും. നിർമ്മാണത്തിൽ അപാകത എങ്ങനെയാണ് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളത് ഉണ്ടാവും. നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, 2 മാസത്തിലായിട്ടുള്ളൂ. നമ്മളിന്ന് പരിശോധിക്കും. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഒരു ഗൗരവമായിട്ട് തന്നെ സർക്കാർ വകുപ്പും നോക്കിക്കാണുന്നു. ഇല്ലല്ല, അത് ഞാൻ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് പറയാം. ആര് അതുണ്ടാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, ആരെ പെട്ടെന്ന് ദുരന്തം ഉണ്ടാവുന്നതിന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നാട്ടിൽ ഉരുൾപൊട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ നാട്ടിലിനി ഞാൻ പിറ്റേന്താ വന്നത്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും, മനുഷ്യ സാഹചര്യമല്ലേ. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു വിളിക്കും.